ധന്യ ധന്യ ഇവിടെ ഇവിടെ നോക്കൂ. ഇപ്പോൾ വീണ ഈ പൂവാല ശല്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത്തരം കമൻറ്റുകൾ, ഇത്തരം വൃത്തികെട്ട അറുബോറൻ വഷളം കമൻറ്റുകൾ നമ്മൾ ഈ ഫേസ്ബുക്കിലടക്കം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ധന്യ, ഈ ഒരു കഴിക്കുന്ന പഴംപൊരിയിൽ, ഒരു കഴിക്കുന്ന ഉഴുന്നുവടയിൽ ഒക്കെ വൃത്തികേട് കണ്ടെത്താൻ കഴിയുന്നത് അതെന്തോ എത്രത്തോളം വൈകൃതം നിറഞ്ഞ മനസ്സാണെന്ന് ഞാൻ ഇന്ന് ഞെട്ടലോടുകൂടി ഈ മഹാന്റെ പഴയ വീഡിയോ ഒക്കെ തരുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്. ഇയാൾ ഇക്കാലം അത്രയും ഇത് പറഞ്ഞു നടന്നു. ഒരു പൊതുവേദിയിൽ ഒരു സ്ത്രീയെ കുന്തി ദേവി എന്നും അത് എന്നും പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. അവരുടെ കൈ പിടിച്ച് ഇങ്ങനെ കറക്കുന്നു. അതിനെപ്പറ്റി അവർ സഹികെട്ട് ഗതികെട്ട് അവർ ഫേസ്ബുക്കിലെടുത്ത് ഇതുപോലെ ഒരാൾ എന്നെ ആക്രമിക്കുന്നു. അതൊരു വാണിംഗ് ആയിരുന്നു, അതൊരു ശാസനയാണ്. അത് വകവയ്ക്കാതെ വീണ്ടും വന്നിരുന്ന് വൃത്തികേട് പറയുകയാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ധന്യ ഇക്കാലം അത്രയും ഇത് നിർബാധം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞത്? ധന്യ, അത് തന്നെയാണ് എന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വഭാവം അറിയുന്ന ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ കാശിൻ്റെയും ഈ ആൾബലത്തിലും കുറേ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും എല്ലാം അറിയാവുന്നതുകൊണ്ട് ഇവർ കുറേ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നവരാണ്. എൻ്റെ തന്നെ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഒരു ബിസിനസ്സുകാരിയോട് ബോച്ച ഇതുപോലെ ഈ ബോബി ചെമ്മണ്ണൂർ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇൻവൈറ്റ് ചെയ്യുവാണ് അവരെ, ബാംഗ്ലൂരേക്ക് വരൂ, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം, വളരെ അത് എന്തിനാണ് സെക്സ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലത്തെ വലിയ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഒത്തിരി അയാൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്, അയാൾക്ക് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങാനും നിർഭാഗ്യവശാൽ നമ്മുടെ ഐഡിയൊക്കെ എവിടെയെങ്കിലും പോലീസിൽ നിന്നോ അങ്ങനെ എങ്ങനെയെങ്കിലും വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായപ്പോൾ ഇയാൾ സ്ഥിരം ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. പക്ഷേ എന്നെ ഈ സർക്കാരിൻ്റെയൊക്കെ പ്രോഗ്രാമുകളിൽ ഇയാൾ അതിഥിയായിട്ടൊക്കെ വന്ന് പ്രഥമ അതിഥിയോ ഇങ്ങനെയൊക്കെ ആയിട്ട് സർക്കാർ പ്രോഗ്രാമുകളിൽ CM ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ അതിന് തൊട്ട് മുന്നേ പോലും ഇയാൾ ഇത്തരത്തിലുള്ള വെറും സെക്ഷൽ കമൻസ് എന്ന് പറഞ്ഞാൽ വെറും സെക്ഷൽ കമൻസ് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, ആരും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കമൻസ് പറയുമ്പോൾ ഇയാൾക്ക് ചുറ്റുവട്ടത്തുള്ള കുറേ മനുഷ്യർ കൈയടിക്കുവാണ്. അപ്പോൾ അതാണ് ലോകം എന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. അതല്ല, ഇവിടെ മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെന്ന് അയാൾ ഇപ്പം റിമാൻഡിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമ നടപടി ഇപ്പോൾ ഈ ഇന്നലെ 11 മണിക്ക് രാഹുലിനെ ഒന്ന് വിളിച്ചത് രാജ്യത്തെ നമ്പർ 1 ട്രെൻഡിങ് യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു. രാഹുൽ വലിയ പിന്തുണയ്ക്കാൻ രാഹുൽ പറഞ്ഞു. അപ്പോൾ ഹണിറോസിന്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ടോ? തന്നെയാ ഹണിറോസിന് അറിയാമല്ലോ, അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയാം. അവരുടെ പ്രൊഫഷൻ അതാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കും. നമ്മളാരും ഇപ്പം പർദ്ദ ഇട്ടുകൊണ്ട് പോയ ആരെങ്കിലും പോയി ഒരു ഇനാഗുറേഷന് പോയത് നമ്മൾ കണ്ടിട്ടില്ല. പർദ്ദ ഇട്ട് ആരെങ്കിലും ഇനാഗുറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത് അവരുടെ റൈറ്റാണ്, അവരത് ചെയ്തോട്ടെ. നമുക്കതിനകത്ത് അവരുടെ അവകാശങ്ങളിലേക്ക് നമ്മുടെ ഭരണഘടനയെ വേദിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവരെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ഒരു ഘട്ടത്തിലും അവരൊരു ഇന്ത്യൻ പൗരയാണ്. ഇന്ത്യയിലെ മുഴുവൻ ഒരു മനുഷ്യനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അവർക്കറിയാം, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സ്ത്രീയാണ്, അവർക്ക് അത്ര എല്ലാ പ്രിവിലേജും ഉള്ള സ്ത്രീയാണ്. അതുകൊണ്ടാണല്ലോ അവർ ഇന്നലെ പരാതി കൊടുത്താലും ഇന്ന് പരാതി കൊടുത്താലും നാളെ പരാതി കൊടുത്താലും അവർക്ക് എപ്പോഴും ആ സപ്പോർട്ട് കിട്ടും. അത് അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അവരതിനുള്ള അത്രയും കഴിവുള്ളൊരു സ്ത്രീയാണ്. അവർ പ്രൊഫഷണലി ആയാലും പേഴ്സണലി ആയാലും എല്ലാം കഴിവുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അവർ പരാതി കൊടുത്തത് കൊണ്ടാണ് ബോച്ച അകത്തായത്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി പോയി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇയാളെയൊക്കെ പിടിച്ച് പൂട്ടാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതൊക്കെ ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നില്ല.